ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രാജിവെച്ചു. പാർട്ടിയിലും മന്ത്രിസഭയ്ക്കുള്ളിലും എതിർപ്പ് ശക്തമായതോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് കെയർ സ്റ്റാമർ. തീരുമാനം ചാൾസ് മൂന്നാമൻ രാജാവിനെ നേരത്തെ അറിയിച്ചിരുന്നുവെന്നും പദവിയിലേക്ക് പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ പ്രധാനമന്ത്രിയായി തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയാണ് കെയർ സ്റ്റാമറിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി സർക്കാർ അധികാരത്തിലേറിയത്. ബ്രിട്ടന്റെ 58ാം പ്രധാനമന്ത്രിയായിരുന്നു സ്റ്റാമർ. രാഷ്ട്രീയ സമ്മർദ്ദമാണ് രാജിക്ക് പിന്നിലെന്നാണ് സൂചന. മേയിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പാർട്ടി കനത്ത തിരിച്ചടി നേരിട്ടതു മുതൽ സ്റ്റാമറുടെ രാജിക്കായി പാർട്ടിക്കും മന്ത്രിസഭയ്ക്കും ഉള്ളിൽ പടനീക്കം ശക്തമായിരുന്നു. മേക്കർഫീൽഡ് മണ്ഡലത്തിൽ കഴിഞ്ഞ ആഴ്ച നടന്ന പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ കെയർ സ്റ്റാമറുടെ പാർട്ടിക്കുള്ളിലെ മുഖ്യ എതിരാളിയായ ആൻഡി ബേൺഹം ജയിച്ചതോടെ സമ്മർദ്ദം ഇരട്ടിയായി. ആൻഡി ബേൺഹം സ്റ്റാമറെ പാർട്ടി നേതൃത്വ തെരഞ്ഞെടുപ്പിന് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. 100-ലേറെ എംപിമാരും സ്റ്റാമറുടെ രാജി ആവശ്യപ്പെട്ടു. ലേബർ പാർട്ടിക്കുള്ളിലെ ഭിന്നതയും ആഭ്യന്തര പ്രശ്നങ്ങളും രാജിക്ക് കാരണമാണ്. 2024 അന്നത്തെ പ്രധാനമന്ത്രിയും ഇന്ത്യൻ വംശജനുമായ ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടിയെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് പ്രതിപക്ഷ നേതാവായിരുന്ന സ്റ്റാമർ അധികാരത്തിലെത്തിയത്. ബ്രിട്ടനിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ പല പ്രധാനമന്ത്രിമാരും കാലാവധി പൂർത്തിയാക്കുന്നതിനു മുമ്പ് പദവി ഒഴിഞ്ഞ പശ്ചാത്തലത്തിൽ പുതിയ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് ഈ തീരുമാനം വഴിയൊരുക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അതേസമയം അധികാര കൈമാറ്റം കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ നടത്തുമെന്നും തന്റെ പിൻഗാമിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും കെയർ സ്റ്റാമർ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു.